നമസ്കാരം. മഞ്ജു വാര്യർ ദിലീപ് ദമ്പതിമാരുടെ മകൾ മീനാക്ഷി ദിലീപ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ്. ജീവിതത്തിൽ ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞപ്പോൾ മകളെ അച്ഛനൊപ്പം തന്നെ മഞ്ജു അയച്ചു. മകളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടായിരുന്നു അത്. അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയാമെന്നും ആ കാര്യങ്ങളിൽ അവൾ ഹാപ്പിയാകുമെന്നും വിവാഹമോചനത്തിന് പിന്നാലെ മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇന്നും സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങുകയാണ് ആ വിവാഹമോചനത്തിന്റെ കാരണം. മീനാക്ഷി ദിലീപിന് അച്ഛനുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് പുതിയൊരു വർണ്ണനയുടെ ആവശ്യമില്ല. അച്ഛന്റെ ശ്വാസമായവളാണ് മീനാക്ഷി എന്നാണ് പരക്കെയുള്ള സംസാരം. സോഷ്യൽ മീഡിയയോടും മാധ്യമങ്ങളോടും പൊതുവെ മുഖം തിരിക്കുന്ന താരപുത്രി പക്ഷേ ഇടയ്ക്ക് പങ്കിടുന്ന ചിത്രങ്ങൾ നിറഞ്ഞ മനസ്സോടെയാണ് ആരാധകരും ഓൺലൈൻ മാധ്യമങ്ങളും ആഘോഷിക്കുക. അച്ഛന്റെ നായിക എന്ന നിലയിലാണ് മീനാക്ഷി ദിലീപും നമിത പ്രമോദും പരിചയപ്പെട്ടത്. ഒരു അമേരിക്കൻ ഷോയിൽ ദിലീപിനൊപ്പം പോയ മീനാക്ഷി ആ ഷോയിൽ കൂടെ ഉണ്ടായിരുന്ന നായിക നടി നമിത പ്രമോദുമായി കൂട്ടായി. ഏകദേശം ഒരേ പ്രായക്കാരായതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പെട്ടെന്ന് അടുത്തു. ആ സൗഹൃദം ഇരുവരും ഇന്നും തുടരുന്നു. ഇപ്പോഴത്തെ മീനാക്ഷിക്കൊപ്പം അടിച്ചുപൊളിച്ചു ഒരു ദിവസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമിത പ്രമോദിന്റെ പോസ്റ്റ്. നമിതയുടെ സമ്മർ ടൗൺ കഫേയിൽ മീനാക്ഷി എത്തിയപ്പോൾ എടുത്ത ഫോട്ടോകളാണ് എന്ന് ഹാഷ്ടാഗിൽ വ്യക്തം. വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു എന്നാണ് ഫോട്ടോകൾക്കൊപ്പം നമിത പ്രമോദ് കുറിച്ചത്. പോസ്, ഈറ്റ്, റിലാക്സ്, ഹോം, സമ്മർ ടൗൺ കഫേ എന്നൊക്കെയാണ് ഹാഷ്ടാഗുകൾ. നമിതയ്ക്കൊപ്പം മീനാക്ഷി എടുത്ത ഒരു സെൽഫിയും നമിതയുടെ മീനാക്ഷി പകർത്തിയ കുറച്ചധികം ചിത്രങ്ങളുമാണ് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ചിത്രങ്ങൾക്ക് ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട്. നമിത പ്രമോദും മീനാക്ഷി ദിലീപുമായുള്ള സൗഹൃദ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ചയാണ്. ഇരുവരും ഇടയ്ക്കിടെ ഔട്ടിംഗ് പോകുന്ന ഫോട്ടോകളെല്ലാം ഇൻസ്റ്റാഗ്രാം ഫോട്ടോകളായും സ്റ്റോറിയായും എല്ലാം പങ്കുവെക്കാറുമുണ്ട്. ഇടക്കാലത്ത് ഇരുവരും തെറ്റിപ്പിരിഞ്ഞു എന്നൊക്കെയുള്ള തോസിപ്പുകളും വന്നിരുന്നു. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ ഇരുവരും നിരന്തരം ചിത്രങ്ങൾ പങ്കുവെക്കുന്നത്. MBBS പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി ദിലീപ് ഇപ്പോൾ കൊച്ചിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡെർമറ്റോളജിസ്റ്റായി ജോലി ചെയ്യുകയാണ്. നമിത പ്രമോദ് സിനിമകൾ ഇപ്പോൾ വളരെയധികം സെലക്റ്റീവായി മാത്രമേ ചെയ്യുന്നുള്ളൂ. അതേസമയം ബിസിനസ് കാര്യങ്ങളിൽ തിരക്കിലുമാണ്. പെപ്രിക്ക എന്ന പേരിൽ ഒരു മെൻസ്വെയർ ബൊട്ടീക്കും നടത്തിവരുന്ന താരം തിരക്കിലാണ്. കൊച്ചിയിൽ തന്നെ ആയതിനാൽ സമയം കിട്ടുമ്പോഴൊക്കെ നമിതയും മീനാക്ഷിയും സമയം ചെലവഴിക്കാറുമുണ്ട്. അതേസമയം മുമ്പൊരിക്കൽ മീനാക്ഷിയെ കുറിച്ച് നമിത പ്രമോദ് സംസാരിച്ചിട്ടുമുണ്ട്. മീനുട്ടി എനിക്ക് എന്റെ സഹോദരിയെ പോലെ അത്ര അടുത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുണം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ട്. അത് ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സുമായും വെച്ചിട്ടുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. എല്ലാം നമുക്ക് അറിയാമെന്ന് ആളുകൾ കരുതുന്നുണ്ടാകും. എനിക്ക് വളരെ ഹെൽത്തി ആയ ഒരു വര എല്ലാ ഫ്രണ്ട്സുമായിട്ടുണ്ട്. ഞാൻ ബഹുമാനിക്കുന്ന ബൗണ്ടറി ഉണ്ട്, എല്ലാവർക്കും കൊടുക്കുന്ന ബൗണ്ടറി. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞാനും മീനുട്ടിയുമായിട്ടുള്ളത്. വളരെ ഫ്രണ്ട്ലി ആയ ആളാണ് മീനാക്ഷി. പക്ഷേ പുറത്തുള്ളവരോട് അധികം സംസാരിക്കില്ലെന്നും നമിത പ്രമോദ് ഒരിക്കൽ പറയുകയുണ്ടായി. സോഷ്യൽ മീഡിയയിൽ തന്റെ കുടുംബത്തിന്റെ സ്വകാര്യ വിഷയങ്ങൾ ചർച്ചയാകുന്നതിൽ മീനാക്ഷി ദിലീപിന് ബുദ്ധിമുട്ടാണ്. മിക്കപ്പോഴും തന്റെ കമന്റ് ബോക്സ് മീനാക്ഷി ഓഫ് ചെയ്യാറാണ് പതിവ്. മീനാക്ഷി മനസ്സിലാക്കുന്ന സുഹൃത്താണ് നമിതയെന്ന് ആരാധകർ പറയുന്നു. ജീവിതത്തിൽ മീനാക്ഷി നേരിട്ട പ്രതിസന്ധി ഘട്ടത്തെക്കുറിച്ച് പിതാവ് ദിലീപ് ഈ അടുത്ത് സംസാരിച്ചിരുന്നു. തനിക്കെതിരെ കേസ് വന്ന സമയത്ത് മകൾ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നെന്നാണ് ദിലീപ് ചൂണ്ടിക്കാട്ടിയത്. ഇത്രയും വിഷയങ്ങൾ വന്നപ്പോൾ മകൾ +2 പഠിക്കുകയാണ്. എന്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അവൾ ഇപ്പോൾ പഠിച്ചു ഡോക്ടറായി ജോലി ചെയ്യുന്നു. എന്റെ ഏറ്റവും വലിയ ബലമാണ് അവൾ. അത്രയും സപ്പോർട്ട് ചെയ്യുക, എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്നയാളാണ് മകളെന്നും അന്ന് ദിലീപ് പറഞ്ഞിരുന്നു. മീനാക്ഷിയുമായി സൗഹൃദത്തിലായതിനെ കുറിച്ച് ഒരിക്കൽ നമിത സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു US ട്രിപ്പിന് പോയിരുന്നു. ഞങ്ങൾ അന്ന് അങ്ങനെ കമ്പനിയില്ല. കണ്ടപ്പോൾ തന്നെ വിചാരിച്ചത് ജാടയാണെന്നാണ്. അവൾ പൊതുവെ ഒന്നും മിണ്ടില്ല. സൗണ്ട് തോമ എന്ന സിനിമ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം അവൾ ലൊക്കേഷനിൽ വന്നിരുന്നു. ഞാനന്ന് 11th എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾ ഇടം കണ്ടിട്ട് എന്നെ നോക്കുന്നുണ്ട്, ഞാനും നോക്കുന്നുണ്ട്. എന്ത് ജാടയെന്ന് കരുതി. അത് കഴിഞ്ഞാണ് US ട്രിപ്പിന് കാണുന്നത്. അപ്പോഴും ആദ്യം ഇങ്ങനെ തന്നെ. ഫ്ലൈറ്റിൽ ഞങ്ങൾ അടുത്തടുത്തായിരുന്നു. ജാടയായതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല, കിടന്നുറങ്ങി. ഞങ്ങൾക്ക് 2 പേർക്കും ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്യണം. ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഭയങ്കര സുന്ദരനാണ്. അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാമെന്ന് ഞങ്ങൾക്ക് തോന്നി. വീണ്ടും ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. അന്ന് തുടങ്ങിയ സൗഹൃദമാണ് മീനാക്ഷിയുമായെന്ന് നമിത പ്രമോദ് പറഞ്ഞിരുന്നു. മീനാക്ഷിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നമിത നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ദിലീപിന്റെ മകളായതുകൊണ്ടല്ല മീനാക്ഷിയുമായി സൗഹൃദത്തിലായതെന്ന് നമിത വ്യക്തമാക്കിയിരുന്നു. മീനാക്ഷി ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ജാടയാണെന്ന് തോന്നി. പിന്നീട് ഒരു ഫ്ലൈറ്റ് യാത്രയിലാണ് തമ്മിൽ സൗഹൃദത്തിലാവുന്നതെന്നും നടി വ്യക്തമാക്കി. നമിതയുടെ മിക്ക അഭിമുഖങ്ങളിലും മീനാക്ഷിയെ പറ്റി ചോദ്യം വരാറുണ്ട്. നമിതയുടെ ഫോണിലെ വാൾപേപ്പർ വരെ മീനാക്ഷിക്കൊപ്പമുള്ള ചിത്രമാണ്. നേരത്തെ നാദൃഷയുടെ മകളുടെ വിവാഹത്തിൽ നമിതയ്ക്കൊപ്പം എത്തിയ മീനാക്ഷിയും അവരുടെ വിവാഹത്തിൽ ഇവർ ഇരുവരും അവതരിപ്പിച്ച നൃത്തവുമൊക്കെ ഏറെക്കാലം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. നമിതയുടെ ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിന് വന്നതും ഏറ്റവും തിരക്കുള്ള സമയമായിട്ടും മീനാക്ഷിയോടുള്ള നമിതയുടെ കെയറിംഗും ഒക്കെ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അടുത്തിടെ മീനാക്ഷിയുടെ സിനിമ എൻട്രിയെ കുറിച്ച് നമിത പറഞ്ഞതും വൈറലായിരുന്നു. ഇടയ്ക്കിടെ മീനാക്ഷി സിനിമയിലേക്കോ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരാറുണ്ട്. അതൊക്കെ കണ്ടിട്ട് അവൾ പുച്ഛിക്കുകയാണ് ചെയ്തത്. അതുപോലൊരു വാർത്ത കണ്ടപ്പോൾ ഞാനും അവൾക്ക് അയച്ചു കൊടുത്തു. അതിന് മറുപടിയായി പുച്ഛിക്കുന്ന ഒരു സ്മൈലിയാണ് അവൾ എനിക്ക് അയച്ചതെന്ന് നമിത പറയുന്നു. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം കാര്യങ്ങളൊന്നും അവൾ നോക്കാറില്ല. കാരണം പലതിലും ടോക്സിക് ആയ കാര്യങ്ങളാണ്. അവൾ വളരെ ഫ്രണ്ട്ലിയാണ്. പുറത്തുള്ളവരോട് അധികം സംസാരിക്കാത്ത ഭയങ്കര പാവമായിട്ടുള്ള ഒരു കൊച്ചാണ്. ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള കൊച്ചാണ് മീനാക്ഷി എന്നുമാണ് നമിത പറഞ്ഞിരുന്നത്. ദിലീപിനും മീനാക്ഷിയെ കുറിച്ച് പറയാൻ 100 നാവാണ്. എന്റെ മോളുടെ നല്ല സുഹൃത്താണ് ഞാൻ. എനിക്ക് അവളോട് എന്തും പറയാം.
പറയാം, നിനക്ക് എന്താണ് വേണ്ടത്, എന്താണ് ആഗ്രഹിക്കുന്നത്, അതിന് ഞാൻ പിന്തുണ നൽകുമെന്നാണ് അവളോട് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്തകൾ വേറെയാണ്. അവൾ ഇപ്പോൾ പഠിക്കുകയാണ്. പഠിച്ച് ഡിഗ്രി എടുത്തു കഴിഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക എന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 2 മക്കളിൽ ഒരാൾ സൈലന്റും മറ്റേയാൾ കുറച്ച് വയലന്റുമാണ്. എൻ്റെ മക്കൾ സെലിബ്രിറ്റി കിഡാണ്. എൻ്റെ മക്കൾ മാത്രമല്ല, എൻ്റെ അഭിനേതാക്കളുടെയും മക്കൾ അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും പ്രേക്ഷകർ അവരെ അങ്ങനെയാണ് കാണുന്നത്. താരങ്ങളെ ഇഷ്ടപ്പെടുന്നവർ അവരുടെ കുടുംബത്തെയും ഏറ്റെടുക്കുകയാണ്. സെലിബ്രിറ്റികളുടെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും എന്നും ആകാംക്ഷയാണ്. ചിലപ്പോഴൊക്കെ ചില വാർത്തകൾ കാണുമ്പോൾ എന്താണ് അച്ഛാ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മീനാക്ഷി ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, അതൊക്കെ അങ്ങനെ നടക്കും, ഞാൻ എന്തെല്ലാം കേൾക്കുന്നുണ്ട്, നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോകേണ്ട എന്നാണ്. മീനുട്ടി +2 പഠിക്കുമ്പോഴാണ് അവൾ ഏറ്റവും വലിയ ട്രോമയിലൂടെ കടന്നു പോയത്. അവളെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്ന നിമിഷമാണത്. കാരണം ആ സമയത്താണ് അവൾ നല്ല മാർക്കോടെ പാസ്സായത്. ക്രാഷ് കോഴ്സ് എടുത്താണ് എൻട്രൻസിന് പഠിച്ചത്. ചിലപ്പോഴൊക്കെ അച്ഛാ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, ചുമ്മാ പോയി നോക്ക്. പക്ഷേ പതിയെ പതിയെ അവൾ ആ ട്രാക്കിൽ വീണു. നന്നായി പഠിച്ചു, നല്ല മാർക്ക് വാങ്ങി. ഒരിക്കൽ പോലും എനിക്ക് മീനുട്ടിയെ പഠിക്കുമെന്ന് പറയേണ്ടി വന്നിട്ടില്ല. മോൾക്ക് എന്താണ് വേണ്ടത്, ട്യൂഷൻ വേണോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. കാരണം മെഡിസിൻ നമ്മുടെ ഏരിയ അല്ല, നമുക്ക് അറിയില്ല അവിടെ എന്താണ് വേണ്ടതെന്ന്. അവൾ ഡോക്ടർ ആവുക എന്ന ആഗ്രഹമല്ലാതെ നമുക്ക് അതിനപ്പുറം ഒന്നും അറിയില്ല. ഇന്നിപ്പോൾ അവൾ സർജറിയുടെ കൂടെ നിൽക്കുന്നു. സർജറി ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അഭിമാനമാണ്. കഴിഞ്ഞ ദിവസം അവൾ സർജറി ചെയ്യുന്ന ഒരു ഫോട്ടോ അയച്ചു തന്നു. അതൊക്കെ കാണുമ്പോൾ അഭിമാനമാണ്. ഇതുപോലെ പഠിക്കുന്ന ഓരോ മക്കളുടെയും മാതാപിതാക്കൾക്ക് അത് അഭിമാനമാണ്. ഞാൻ എടുത്തുകൊണ്ട് നടന്ന മകളാണല്ലോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നും. ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് മക്കൾ. നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. മോളെ ഒരു കാര്യത്തിലും ഞാൻ ഉപദേശിക്കാൻ നിൽക്കാറില്ല. മോൾക്ക് എന്താണോ ഇഷ്ടം അതിനൊപ്പം നിൽക്കുക എന്നത് മാത്രമാണ് ചെയ്യാറുള്ളതെന്നുമാണ് ദിലീപ് പറഞ്ഞത്. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ബിരുദദാന ചടങ്ങ്. ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം ദിലീപും കാവ്യയും പങ്കുവച്ചിരുന്നു. സിമ്പിൾ ലുക്കിൽ അതീവ സുന്ദരിയായി എത്തി സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങി നടന്നു പോകുന്ന മീനാക്ഷിയാണ് വീഡിയോയിൽ കാണാനാവുക. ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൗസ് സർജൻസി പൂർത്തിയാക്കിയത്. ചെന്നൈയിലെ ശ്രീ രാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മീനാക്ഷി MBBS എടുത്തിരിക്കുന്നത്. ബിരുദദാന ചടങ്ങിന് പിന്നാലെ മഞ്ജുവും മകളും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ കൂടി ചെയ്തതോടെ അമ്മയും മകളും പിണക്കങ്ങളെല്ലാം മറന്നു എന്നും ഒന്നിച്ചു എന്നുള്ള സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിരുന്നു. അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമെ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത് വലിയ വാർത്തയായതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു. എന്നാൽ മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ പിന്തുടരുന്നുണ്ട്. ഇപ്പോൾ മീനാക്ഷിയുടെ പോസ്റ്റുകൾക്കെല്ലാം അമ്മ മഞ്ജു വാര്യരും ലൈക്ക് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം കാവ്യയുടെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തിയ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു. ഇതിന് മഞ്ജുവും ലൈക്ക് അടിച്ചിരുന്നു. മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ളത്. 4 വർഷങ്ങളോളം പ്രണയിച്ച ശേഷമാണ് 1998 ഒക്ടോബർ 20 മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നത്. മകളുടെ മനസ്സ് വേദനിക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നില്ലെന്നാണ് നടി ജീജ സുരേന്ദ്രൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. ആ കുട്ടിയെ അമ്മയുടെ കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം കൊണ്ടുവന്നാൽ അവളുടെ മനസ്സ് വേദനിക്കും. ആ കുട്ടി അമ്മയെക്കാളും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് അച്ഛനൊപ്പമാണ്. അച്ഛനെ കാത്തിരിക്കുകയും അച്ഛനൊപ്പം ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടിയാണ് മീനാക്ഷിയെന്നും ജീജ സുരേന്ദ്രനും പറഞ്ഞിരുന്നു.